നമ്മൾ കേട്ട് തഴമ്പിച്ച ഹദീസാണ്. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ എല്ലാ മേഖലയിലും താഴേക്കടയിലുള്ളവരിലേക്ക് നോക്കിക്കോളൂ. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ എല്ലാം കൊണ്ടും മുന്തി മികച്ചു നിൽക്കുന്നവരിലേക്ക് നോക്കല്ലേ. എന്തിനായി പറയുന്നത്? ഫഹുവ അജ്ദറു, അതാണ് ഏറ്റവും അർഹമായത്. അല്ലാ തസ്ദറൂ, നിങ്ങൾക്ക് നിസാരമായി തോന്നാതിരിക്കാൻ. നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന്റെ കണക്ക് നിങ്ങൾക്ക് എനിക്കൊന്നും കിട്ടിയില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തന്റെ റബ്ബിന്റെ തീരുമാനത്തിൽ സംതൃപ്തി അടയുന്നവർക്ക് റഹ്മാനായ റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. കൂടുതൽ കൂടുതൽ കിട്ടുക ചെയ്യുക. വിധങ്ങൾ പറഞ്ഞു, മൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹ്, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു കൊടുത്തതിൽ അവൻ തൃപ്തി അടയുന്നുവെങ്കിൽ, എൻ്റെ റബ്ബ് എനിക്ക് വീതിച്ചു തന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ആരോഗ്യം, സമ്പത്ത്, എൻ്റെ എല്ലാം അതെനിക്ക് എൻ്റെ റബ്ബ് അതാ വിധിച്ചത്, അതിൽ ഒരാൾ സംതൃപ്തനാകുന്നുവെങ്കിൽ ബാറക്കല്ലാഹു ലഹു ഫീഹി, അള്ളാഹു അവന് കൂടുതൽ കൂടുതൽ ബർക്കത്ത് അതിൽ കൊടുക്കും. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വരൂല, എനിക്ക് ബർക്കത്ത് അള്ളാഹു തരികയാണ് ചെയ്യുക. ഇങ്ങനെ സംതൃപ്തിയാണ് മനസ്സിനുള്ളതെങ്കിൽ സ്വർഗം അവന് ഉറപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.